നമസ്കാരം. ഇന്ത്യക്കാർക്കിടയിൽ ഒരു പ്രത്യേക സ്ഥാനമുള്ളവരാണ് ജാപ്പനീസ് വാഹന നിർമ്മാതാക്കളായ ഹോണ്ടയ്ക്കുള്ളത്. ഇരുചക്ര വാഹനമായാലും നാൽചക്ര വാഹനമായാലും എല്ലാവർക്കും വിശ്വാസമുള്ള ഒരു ബ്രാൻഡ്. എഞ്ചിനിലടക്കം ഒരുപാട് പ്രത്യേകതകളുള്ള ബ്രാൻഡ്. അധികം മോഡലുകളൊന്നും ഇല്ല എങ്കിൽ പോലും ഹോണ്ടയുടെ കാറുകൾക്ക് വലിയ സ്വീകാര്യതയാണുള്ളത്. സിറ്റി, സിവിക്, അമേസ് തുടങ്ങിയ സിഡാനുകളാണ് കമ്പനിക്ക് അവിസ്മരണീയമായ വിജയം സമ്മാനിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ SUV-കളിലേക്ക് ചേക്കേറാൻ നിർബന്ധിതരായിരിക്കുകയാണ് ഹോണ്ട. ഇതിന്റെ ഭാഗമായി എലിവേറ്റ് എന്ന മിഡ് സൈസ് SUV-ക്ക് പുതിയൊരു രൂപം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. തുടക്കകാലത്ത് കാര്യമായി വിറ്റഴിഞ്ഞുവെങ്കിലും നിലവിൽ പരുങ്ങലിലാണ് ഹോണ്ടയുടെ അവസ്ഥ. നിലവിലുള്ള മോഡലുകളെ തേടി കാര്യമായി ആളുകൾ എത്തുന്നില്ല എന്നത് ബ്രാൻഡിനെ സംബന്ധിച്ച് വലിയ നിരാശയാണ് സമ്മാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ പുത്തൻ കാറുകളെ അവതരിപ്പിച്ച് പഴയ പ്രതാപം തിരിച്ചു പിടിക്കാനുള്ള പുറപ്പാടിലാണ് ഹോണ്ട ഇപ്പോൾ ഉള്ളത്. ബ്രാൻഡ് അധികം വൈകാതെ എലിവേറ്റ് EV പുറത്തിറക്കുമെന്ന് കാത്തിരിക്കുന്നവരിലേക്ക് മറ്റൊരു സന്തോഷ വാർത്തയുമായിട്ടാണ് ഹോണ്ട എത്തിയിരിക്കുന്നത്. ഇന്ത്യയിലെ ഉയർന്ന മത്സരാധിഷ്ഠിത വിപണിയിലേക്ക് ZR-V SUV കൊണ്ടുവരുന്നതിനെ കുറിച്ച് ഹോണ്ട ആലോചിച്ചു തുടങ്ങിയിരിക്കുകയാണ്. കൃത്യമായ സമയപരിധി വ്യക്തമാക്കിയില്ലെങ്കിലും ഈ വർഷം അവസാനമോ അടുത്ത വർഷം തുടക്കമോ മോഡലിനെ ഇന്ത്യയിൽ അവതരിപ്പിക്കാനാണ് കമ്പനി പദ്ധതിയിടുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. മുൻപ് CR-V, അക്കോർഡ് ഹൈബ്രിഡ് എന്നിവ ഇന്ത്യയിൽ വിറ്റഴിച്ചതുപോലെ ZR-V SUV-യും പൂർണ്ണ ഇറക്കുമതിയായി വിൽക്കാനാണ് ഹോണ്ടയുടെ പദ്ധതി. അതായത് വിദേശത്ത് നിർമ്മിച്ച് രാജ്യത്തേക്ക് കൊണ്ടുവരാനാണ് ജാപ്പനീസ് വാഹന നിർമ്മാതാക്കളുടെ ഐഡിയ. ഗ്രേറ്റർ നോയിഡ പ്ലാന്റിൽ ചില മോഡലുകൾക്കായി ഹോണ്ട ഇന്ത്യയിൽ CKD പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. എന്നാൽ 2020 ഡിസംബർ മുതൽ ഈ യൂണിറ്റ് പ്രവർത്തനക്ഷമമായിട്ടില്ല. വരാനിരിക്കുന്ന ZR-V SUV-ക്ക് സ്വീകാര്യത ലഭിച്ചാൽ ഭാവിയിൽ അസംബ്ലിംഗ് ഇന്ത്യയിലേക്ക് മാറ്റുന്ന കാര്യവും ഹോണ്ട ആലോചിക്കും. ഇന്ത്യയിൽ ZR-V അവതരിപ്പിക്കുന്നത് സംബന്ധിച്ച് ഹോണ്ട ഇതുവരെ അന്തിമ തീരുമാനം എടുത്തിട്ടില്ല. മുൻകാലങ്ങളിൽ ഇത്തരം ചില വാഹനങ്ങൾ അവതരിപ്പിക്കാൻ ഐഡിയ ഉണ്ടായിരുന്നിട്ടും ബ്രാൻഡ് പദ്ധതികൾ പിന്നീട് ഉപേക്ഷിക്കുകയായിരുന്നു. 2022 ആഗോളതലത്തിൽ അരങ്ങേറ്റം കുറിച്ച ZR-V ജപ്പാനിലും മറ്റ് ചില ആസിയൻ വിപണികളിലും ചൂടപ്പം പോലെ വിറ്റഴിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ എത്തുമ്പോഴും ആളുകൾ സ്വീകരിച്ചേക്കും എന്നാണ് വിലയിരുത്തുന്നത്. 4.56 മീറ്റർ നീളവും 2655 മില്ലിമീറ്റർ വീൽ ബേസുമുള്ള ഹോണ്ട SUV-ക്ക് ക്രെറ്റയേക്കാൾ അല്പം നീളം കൂടുതലുണ്ട്. ഏറ്റവും പുതിയ തലമുറ ഹോണ്ട സിവിക്കിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ZR-V. ഡിസൈനിലേക്ക് വന്നാൽ ആരെയും കൊതിപ്പിക്കുന്ന രൂപമാണ് ഹോണ്ട ഇതിന് നൽകിയിട്ടുള്ളത്. വമ്പൻ ലുക്കുള്ള ഗ്രില്ലും LED ഹെഡ്ലൈറ്റുകളുമാണ് മുൻവശത്തെ പ്രധാന ഹൈലൈറ്റ്. ഒറ്റ നോട്ടത്തിൽ തന്നെ ഇതൊരു മെസറട്ടിയാണോ എന്ന് തോന്നിപ്പോയേക്കാം. വശങ്ങളിൽ അതേ സൈഡ് പ്രൊഫൈലിൽ വൃത്താകൃതിയിലുള്ള രൂപമാണ് SUV-ക്കുള്ളത്. ഒപ്പം കൂപ്പെ പോലെ പിന്നിലേക്ക് ചരിഞ്ഞിറങ്ങുന്ന ഗ്ലാസ് ഏരിയയും ഹോണ്ട ZR-V മോഡലിനെ മികച്ചതാക്കുന്നുണ്ട്. ഇന്റഗ്രേറ്റഡ് ക്ലൈമറ്റ് വെന്റുകൾ, ഫിസിക്കൽ ക്ലൈമറ്റ് കൺട്രോൾ ബട്ടണുകൾ, ഫ്രീ സ്റ്റാൻഡിംഗ് ടച്ച് സ്ക്രീന്, ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ എന്നിവയുള്ള മനോഹരമായ ഒരു ഡാഷ്ബോർഡാണ് ഹോണ്ട ZR-V SUV-യുടെ ഇന്റീരിയറിനെ മനോഹരമാക്കുന്നത്. പരമ്പരാഗത ഷിഫ്റ്റ് ലിവറിന് പകരം ബട്ടൺ ഓപ്പറേറ്റഡ് ഗിയർ ഷിഫ്റ്റ് പാനലാണ് SUV-യിൽ ഒരുക്കിയിട്ടുള്ളത്. എന്നാൽ ഈ ഒരു വാഹനം ഇറങ്ങിയാൽ അത് മാരുതിക്കും ടാറ്റയ്ക്കും മഹീന്ദ്രയ്ക്കുമൊക്കെ വലിയ വെല്ലുവിളിയാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല.